മലയാളത്തിൽ തുടക്കം കുറിച്ച് പിന്നീട് തെലുങ്ക് ചലച്ചിത്ര ലോകത്ത് വളരെ വേഗം ശ്രദ്ധ നേടിയ ഒരു നടിയുടെ കുട്ടിക്കാല ചിത്രമാണിത്. ആലുവ പുഴയുടെ തീരത്ത് എന്ന പാട്ടും പാടിയാണ് ഈ നടി സിനിമാ ലോകത്ത് കാലെടുത്ത് വെക്കുന്നത്. മലയാളികളുടെ പ്രിയ നടി അനുപമ പരമേശ്വരൻ. ജോമോൻ്റെ വിശേഷങ്ങൾ, മണിയറയിലെ അശോകൻ, കുറുപ്പ് എന്നിങ്ങനെ വിരലിൽ എണ്ണാവുന്ന മലയാള സിനിമകളിൽ മാത്രമാണ് അനുപമ പരമേശ്വരൻ അഭിനയിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ച അനുപമയുടെ ചെറുപ്പം മുതലേയുള്ള ആഗ്രഹം ഒരു സിനിമാ നടി ആവുക എന്നതായിരുന്നു. അങ്ങനെ ഓഡീഷനിൽ പങ്കെടുത്താണ് അനുപമ പരമേശ്വരന് പ്രേമം എന്ന സിനിമയിൽ അവസരം ലഭിക്കുന്നത്. പ്രേമം സിനിമയിലെ ഗാനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ അനുപമ പരമേശ്വരന് ആരാധകർ ഏറ്റെടുത്തിരുന്നു. എന്നാൽ പ്രേമ സിനിമയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ തെലുങ്ക് സിനിമാ ലോകത്താണ് സജീവമായത്. ആ ശതമാനം ഭവതി, കൃഷ്ണാർജുന യുദ്ധം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അനുപമ പരമേശ്വരൻ തെലുങ്ക് പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറി. അനുപമ പരമേശ്വരൻ്റെ പ്രധാന ഹിറ്റ് ചിത്രങ്ങൾ. മലയാളത്തിലെ ഹിറ്റ് ചിത്രം പ്രേമം ആണ്. ശതമാനം ഭവതി, വരുനാദി, ഓ കാതേ സിന്ദഗി, കാർത്തികേയ 2, റൗഡി ബോയ്സ്, ടില്ലു സ്ക്വയർ എന്നിവയാണ് തെലുങ്ക് സിനിമയിലെ ഹിറ്റുകൾ. കൂടാതെ തമിഴ് സിനിമയിൽ കോടി എന്ന ചിത്രം അനുപമ പരമേശ്വരൻ്റെ ഹിറ്റുകളിൽ ഒന്നാണ്. ഒരു സിനിമയ്ക്ക് അനുപമ പരമേശ്വരൻ 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്. ടില്ലു സ്ക്വയർ എന്ന സിനിമയുടെ വിജയത്തിനു ശേഷമാണ് അനുപമ പരമേശ്വരൻ തൻ്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ട്. അതിനു മുമ്പ് ഒരു സിനിമയ്ക്ക് അനുപമ പരമേശ്വരൻ ഏകദേശം 1 കോടി രൂപ വരെയാണ് ഈടാക്കിയിരുന്നത്. ഏതാണ്ട് 33 കോടി രൂപയോളമാണ് അനുപമ പരമേശ്വരൻ്റെ ആസ്തി. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് അനുപമ പരമേശ്വരൻ്റെ ഏറ്റവും പുതിയ ചിത്രം.